എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഡേ മൈ ലൈഫാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ രാവിലെ എണീറ്റ് തന്നെ ചായ പരിപാടിയാണ്. ഇന്നലെ രാത്രി നന്ദുപോൾ കിടന്നപ്പോൾ രാവിലെ എന്താ കടി വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞ് ദോശയും ഗ്രീൻ പീസും മതിയാണ്. അങ്ങനെ ഗ്രീൻ പീസ് അടുപ്പത്ത് വെച്ചതാണ്. ഞങ്ങളിപ്പോഴും പഴയ കാലത്ത് തന്നെ കേട്ടോ, വേറെ ഒന്നും കൊണ്ടല്ല. ഞങ്ങൾ ഗ്യാസ് ഉപയോഗിക്കാറില്ല, അടുപ്പത്ത് തന്നെയാണ് കേട്ടോ എല്ലാതും ഉണ്ടാക്കാറ്. വേറെ ഒന്നും കൊണ്ടല്ല, ഇവിടുത്തെ അമ്മയ്ക്ക് ഭയങ്കര പേടിയാണ് ഗ്യാസ്. അമ്മ ഗ്യാസ് വാങ്ങല്ലേ ചോദിച്ചാൽ വേണ്ട അമ്മ, വേണ്ടാന്ന് പറയും. പിന്നെ വിറകിനൊരു ക്ഷാമം അമ്മ വരുത്താറില്ല. അമ്മ എപ്പോഴും വിറകിന് പോലെ അമ്മൻ്റെ പണി മെയിൻ ജോലി എന്ന് പറഞ്ഞാൽ വിറകിന് പോവുക. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിപ്പോൾ അതൊരു ശീലമായി, ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ. വിറകുണ്ടായാൽ പിന്നെ ഇതല്ല ഈസി. അങ്ങനെ ഒരു മോളെ എണീറ്റിട്ടില്ല. പിന്നെ എണീക്കുമ്പോഴത്തേന് വേഗം ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ച് രണ്ടടുപ്പത്തും തീ കൂട്ടി, ഒരടുപ്പത്ത് ഗ്രീൻ പീസും വെച്ച് ഒരടുപ്പത്ത് ദോശയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. കാരണം അവൾ എണീറ്റാൽ തന്നെ ഒരു വിശപ്പാണ്. എണീറ്റ് തന്നെ ദോശ ആയില്ലേ അമ്മ എന്ന് ചോദിച്ചിട്ടാവും എണീക്കാറ്. അപ്പം കാരണം ഇന്നലെ രാത്രി തന്നെ പറഞ്ഞയച്ചതല്ലേ, അപ്പം ഒഴിവുള്ള ദിവസം വേറൊരു വിശപ്പും കൂടിയാണ്. അങ്ങനെ ദോശ ഉണ്ടാക്കുകയാണേ. ഇരിക്കുമ്പോഴത്തേന് വേഗം ദോശ ഉണ്ടാക്കിയാൽ പിന്നെ പ്രശ്നമില്ലല്ലോ വിചാരിച്ച് ദോശ ഉണ്ടാക്കുകയാണേ. അങ്ങനെ ദോശ ചുട്ട് വേറെ കുഴപ്പമൊന്നുമില്ല. അടുപ്പത്ത് പല ആൾക്കാരും എന്നോട് ചോദിക്കാറുണ്ട്, പിന്നെ അടുപ്പത്ത് ഗ്യാസ് ഇല്ലാഞ്ഞാൽ ബുദ്ധിമുട്ടില്ല. പക്ഷെ ഞങ്ങൾക്കതൊരു ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ ഇതുവരെ. അപ്പോൾ മോളെ എണീറ്റ് വീഡിയോ എടുക്കണ കണ്ടപ്പോൾ വേഗം കയ്യിൽ കണ്ടില്ല മുടിക്കുത്ത്, ആ മുടിക്കുത്ത് ബണ്ണെടുത്തിട്ട് മുടി വേഗം കെട്ടുകയാണ് കേട്ടോ. അല്ലെങ്കിൽ അങ്ങനെ തന്നെ എണീറ്റ് പോരല്ല. ഇപ്പോൾ വീഡിയോ എടുക്കൽ കണ്ടപ്പോൾ അവൾ വേഗം നല്ല കുട്ടിയായി മുടി ഇട്ടുക. ഇനിയിപ്പോൾ എന്ന് അവൾ എണീക്കുമ്പോൾ ഫോണും കൊണ്ട് പോയാൽ മതിയല്ലോ അല്ലേ ഗൈസ്. അങ്ങനെ അവൾ മുടിയൊക്കെ കെട്ടി നല്ലപോലെ വീഡിയോ എടുക്കണ കണ്ടിട്ടാട്ടോ, അല്ലെങ്കിൽ ആ രീതിയിൽ അങ്ങ് ഇറങ്ങി പോരും. അങ്ങനെ മുടിയൊക്കെ കെട്ടി എണീക്കുകയാണ് അവൾ. അല്ലെങ്കിൽ വീഡിയോ ഉണ്ടായിട്ടാ, അല്ലെങ്കിൽ കുറച്ച് നേരം പപ്പ എടുക്ക് അമ്മ വാ പപ്പ എടുക്കെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കും. ഇന്ന് ഫോണിൽ വീഡിയോ എടുക്കണ കണ്ടപ്പോൾ വേഗം നല്ല കുട്ടിയായി എണീറ്റ് ഇറങ്ങി വരികയാണേ. അങ്ങനെ അവൾ എണീറ്റാൽ തന്നെ അവൾക്ക് കുറച്ച് ഫ്രണ്ട്സുകളുണ്ട്. അവരെടുത്തേക്ക് അവൾ ഓടി വരല് രാവിലെ എണീറ്റാൽ തന്നെ. കാരണം ഓരോ ദിവസം കൂടുമ്പോൾ ഓരോ ഫ്രണ്ട്സ് അവൾക്ക് നഷ്ടപ്പെടാറുണ്ട്. വേറെ ഒന്നുമല്ല കേട്ടോ. അവളുടെ ഫ്രണ്ട്സ് ഈ മീനുകളാണേ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരെ. ഓരോ ദിവസം ഇങ്ങനെ ഓരോന്നിങ്ങനെ എന്താ അറിയില്ല ചത്തു പോകും ഇങ്ങനെ. അപ്പോൾ അവൾ എണീറ്റ് തന്നെ രാവിലെ ഇന്ന് മീൻ എന്തെങ്കിലും ചത്തോ എന്ന് ചോദിച്ചിട്ടാണ് വരല്. അപ്പോൾ ഇന്നൊരു കുഴപ്പമില്ലേ. അങ്ങനെ മീനിനൊക്കെ അവൾ തീറ്റ കൊടുത്തു. കൂടെ അമ്പാടിയും ഉണ്ട് കേട്ടോ. അരീഷേട്ടൻ്റെ ഏട്ടൻ്റെ മോനാട്ടോ അമ്പാടി. അവർ രണ്ടും പേരും കൂടി മീന് തീറ്റ കൊടുത്ത് അടുക്കളയിലേക്ക് വരിക. ചിരിച്ചുകൊണ്ട് അമ്മ ദോശ ഉണ്ടാക്കില്ലേ എന്നുള്ള ചോദിച്ചിട്ടാണ് വരുന്നത്. അങ്ങനെ ദോശ ആയില്ല അമ്മ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, സാധാരണ കട്ടിൽ വന്ന് എടുത്തിട്ടാണല്ലോ വല്ലെന്ന് വീഡിയോ കണ്ടിട്ടാണെന്ന് കേട്ടപ്പോൾ അവൾ നാളെ വന്ന് തോളി കിടക്കുക കേട്ടോ, ഫോണിലേക്ക് നോക്കി ചിരിച്ചിട്ട്. അങ്ങനെ കുറച്ച് നേരം കൊഞ്ചിച്ച്, കാരണം കട്ടിൽമേൽന്നേ കൊഞ്ചിക്കണം അവളെ. അപ്പം ഇന്നത് ചെയ്തില്ലല്ലോ. അപ്പോൾ കുറച്ച് നേരം അവളെടുത്ത് കൊഞ്ചിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു, ദോശ ആയിന്, വേഗം പോയി പല്ല് തേച്ച് വാന്ന് പറഞ്ഞപ്പോൾ വേഗം ഓടിപ്പോകും കേട്ടോ അവൾ. അങ്ങനെ ദോശയൊക്കെ ചുട്ട് അവൾ പല്ല് തേച്ച് വരുമ്പോഴത്തേന് ദോശയൊക്കെ ചുട്ട് ഒക്കെ റെഡിയാക്കുകയാണ് കേട്ടോ. ഒരടുപ്പത്ത് ഗ്രീൻ പീസും ആവുന്നുണ്ട്, ഒരടുപ്പത്ത് ദോശയും റെഡിയാക്കണ്ടേ. അങ്ങനെ ദോശയൊക്കെ ചുട്ട് നല്ലോണം തീ കത്തുന്നുണ്ട് കേട്ടോ. ഗ്യാസിനേക്കാളും വേഗത്തിലാവുക. അങ്ങനെ അമ്പാടിയുണ്ട്, അച്ചമ്മ ഉണ്ട്, അന്തുമോള്, അരീഷേട്ടനെ എല്ലാവർക്കും ഞാൻ ചായ കൊടുക്കുകയാണേ. എല്ലാവരും ഒരുമിച്ച് നിന്നാണ് ഫുഡ് കഴിക്കാറ്. അങ്ങനെ അവർക്കൊക്കെ ചായ കൊടുത്ത് ഗ്രീൻ പീസും ദോശയാണ് കേട്ടോ. എങ്ങനെയുണ്ട് കോമ്പിനേഷൻ? ഇങ്ങനൊരു കോമ്പിനേഷൻ നിങ്ങൾ ഉണ്ടാക്കാറുണ്ടോ? അല്ലെങ്കിൽ ദോശ ചട്ടിനി, ദോശ സാമ്പാർ, അങ്ങനെയല്ലേ, ദോശ ചിക്കൻ കറി, അധികം അങ്ങനെയല്ലേ കാണാറ്. എൻ്റെ മോൾക്ക് ഇഷ്ടമാണ് ഈ കോംബോ. അപ്പോൾ അവൾ പറഞ്ഞു അമ്മ എന്നാ ഉണ്ടാക്കുക. അപ്പോൾ അങ്ങനെ അത് ഉണ്ടാക്കി. കാരണം നമ്മളെ മക്കളെ എന്ത് കഴിക്കാൻ അവർക്ക് ഇഷ്ടമല്ലേ നമ്മൾ ഉണ്ടാക്കുകയുള്ളൂ. അങ്ങനെ അവർക്കത് കൊടുത്ത് അരീഷേട്ടന് ചായ കുടിക്കുകയാണ്. അരീഷേട്ടനൊന്നും പണിയില്ല കേട്ടോ, ഒന്ന് ലീവാണേ. അങ്ങനെ
ഹരിശേട്ടനും ഇതാ ചായ പാൽച്ചായയും കൂട്ടി ചായ കുടിക്കുകയാണ്. അമ്മയും അമ്പാടിയും എല്ലാവരും ഉണ്ട്. അമ്പാടിക്ക് ചായ ചൂടേറെയാണെന്ന് പറഞ്ഞപ്പോൾ അമ്മ അത് ചൂടാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവർക്ക് ചായ കൊടുക്കാൻ പോകുമ്പോൾ തന്നെ ദോശ ചുട്ട് കഴിഞ്ഞ് തന്നെ ഞാൻ ചോറിന് വെള്ളം അടുപ്പത്ത് വെച്ചിരുന്നു. കാരണം തീ അടുപ്പായതുകൊണ്ട് ഗ്യാസ് പോലെ നമ്മൾ ഓഫാക്കില്ലല്ലോ, അത് കഴിഞ്ഞ് തീ അങ്ങനെ കത്തൂല. അപ്പം അതിങ്ങനെ ഓരോരോ സ്റ്റെപ്പായി ഇങ്ങനെ നമുക്ക് ഓരോന്ന് ഉണ്ടാക്കാം. അതാണ് അടുപ്പിനോടുള്ള ഉപകാരം. ആ തീ തന്നെ ഉണ്ടാവും ബാക്കി എല്ലാ കാര്യത്തിനും. അങ്ങനെ പിന്നെ ഞാൻ ചോറിന് അരി വേഗം ഇട്ടു. വെള്ളം തിളച്ച് വന്നപ്പോൾ വേഗം ചോറിന് അരി ഇട്ടു. അരിയിട്ടാണ് അരിയിട്ട് നല്ലോണം ഇളക്കി. നല്ലോണം ഇളക്കിയില്ലെങ്കിൽ അടിയിൽ അങ്ങ് പിടിക്കുമോ. അങ്ങനെ നല്ലോണം ഇളക്കി ചോറ് അരിട്ടതിൻ്റെ ശേഷം ഞാനും ചായ കുടിച്ചു. അങ്ങനെ ചായ കുടിച്ച് ക്ഷീണം മാറി കഴിഞ്ഞാൽ അമ്മ വെറ്റില തിന്നാട്ടോ. അപ്പം ഞാൻ അമ്മേനെ വീഡിയോ എടുക്കണ കണ്ടപ്പോൾ അമ്മ ഹായ് എന്ന് പറയുകയാണ്. അത് കഴിഞ്ഞ് അമ്മ പറഞ്ഞ് പറമ്പിൽ ഇതാ കാന്താരി മുളക് നല്ലോണം ഉണ്ടായിരുന്നു പറഞ്ഞു. അപ്പം പിന്നെ ഞാനൊരു ചേട്ടനും കൂടി അത് പറിക്കാൻ പോയേ. നിറച്ചുകൊണ്ട് കേട്ടോ, കുറേ കാന്താരി മുളക് ഉണ്ട്. ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും കാന്താരി മുളക്. കാന്താരി മുളക് ഇനി ഉപ്പേരിയിലിട്ടാലും കറിയിലിട്ടാലും ഒന്നും വേണ്ട. കാന്താരി മുളകും പിന്നെ തേങ്ങ ഇട്ട് ചമ്മന്തി ഒടിക്കുന്നത് ഇഷ്ടമാണ്. തേങ്ങ ഇല്ലാതെ കാന്താരി മുളകും പുളിയും ഉപ്പും അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ള ചമ്മന്തി അല്ല, അതിട്ട് അവിടെ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ വേറെ ഒന്നും വേണ്ട ആർക്കും. അത് കൂട്ടി ഫുഡ് കഴിക്കുക ഭയങ്കര ഇഷ്ടം. എനിക്കും അതന്നെ കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ് ആ എരു. ഇനിയിപ്പോൾ നന്ദുമോളായാലും കഴിക്കും കേട്ടോ ആ ചമ്മന്തി. എരിവുണ്ടെങ്കിൽ അവൾ കഞ്ഞിക്കായാലും ചോറിനായാലും ഒക്കെ കൂട്ടും. അപ്പോൾ കാന്താരി മുളക് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഹരിശേട്ടനും കൂടി കാന്താരി മുളകൊക്കെ പറിച്ചു. അത് കഴിഞ്ഞ് മത്തൻ്റെ ഇല ഉണ്ടായിരുന്നു, ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ നാട്ടിൽ ഉപ്പേരി എന്നാണ് പറയല്. ചില നാട്ടിൽ തോരെന്ന് പറയൽ ഞാൻ കേട്ടിട്ടുണ്ട്, മെഴുക്കുവരട്ടി എന്ന് പറയലുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ഇവിടെ ഉപ്പേരി എന്നാണ് പറയൽ. അങ്ങനെ മത്തൻ്റെ ഇല ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ച്. കാന്താരി മുളകുണ്ടല്ലോ, കാന്താരി മുളകും തേങ്ങയൊക്കെ ഇട്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ മത്തൻ്റെ ഇല എരിയാണ് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ അമ്മ തട്ട വിറക് കൊണ്ടുവരുന്നു. ഞാൻ പറഞ്ഞില്ലേ അമ്മയുടെ മെയിൻ ജോലി എന്ന് പറയുന്നത് തന്നെ വിറക് പണിയാണ്. അതിനിപ്പോൾ എപ്പോഴും വിറകിന് പോകണം അമ്മയ്ക്ക്. ഇനി അതിന് ഇടി മഴ ഒന്നും ഉണ്ടായാലും അമ്മ നിൽക്കില്ല, അമ്മ പോവും. ഞങ്ങളെപ്പോഴും വഴക്ക് പറയല അമ്മനെ. ഇടി മഴയൊക്കെ ഉണ്ടാകുമ്പോൾ കാറ്റുണ്ടായാൽ അമ്മ വേഗം വിറകിനാണ് പോകല് കേട്ടോ. അങ്ങനെ എപ്പോഴും അമ്മയ്ക്ക് ഇത് ഫുള്ള് ഫില്ലാവണം. കാരണം ഗ്യാസ് ഇല്ലല്ലോ, അപ്പോൾ ആവശ്യത്തിനത് വേണമാണ്. കാരണം നമ്മളെപ്പോഴും അടുപ്പിൽ തീ കൂട്ടണമല്ലോ, അപ്പോൾ നല്ല വിറക് വേണ്ടേ. അപ്പോൾ പിന്നെ ഇങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഇനി എന്തെങ്കിലും ഒരു നനവുണ്ടെങ്കിൽ ഈ അടുപ്പിൻ്റെ ചൂടുകൊണ്ട് അത് ഉണങ്ങും ചെയ്യും. അപ്പോൾ അമ്മ അങ്ങനെ കൊണ്ടുപോയി വിറക് വേഗം കൊണ്ടുപോയിടുക. അപ്പം അമ്മ വിറകിടണ നേരത്തെ ഞാൻ ചോറും കറിയൊക്കെ ആക്കി എല്ലാ പാത്രം കഴുകി വെക്കുകയാണേ. അങ്ങനെ അമ്മയുടെ വിറകിനോടുണ്ട് എന്നോട് സംസാരിക്കുന്നുമുണ്ട്. അപ്പോൾ ഞാനും അമ്മയോട് ഓരോരോ കഥ പറഞ്ഞ് ഇങ്ങനെ പാത്രം കഴുകുകയാണ്. ചോറും കറിയും എല്ലാം ആയി. അതിനുശേഷം അടുപ്പായതുകൊണ്ട് കരിപ്പാത്രം നല്ലോണം ഉണ്ടാവും, കരി പിടിച്ച പാത്രം നല്ലോണം ഉണ്ടാവും. അപ്പോൾ പിന്നെ അത് കഴുകുകയാണ്. അപ്പം പിന്നെ ഞങ്ങൾ അടുപ്പിലുണ്ടാവുന്ന കരിക്കട്ടല്ലേ, വിറക് കത്തിക്കുന്ന ആ കട്ട പിടിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ ഈ പാത്രം കഴുകൽ. ഞാൻ ചില സ്ഥലത്തൊക്കെ വെണ്ണീരിട്ട് അതിൻ്റെ ചാരം കൊണ്ട്, വിറകിൻ്റെ ചാരം കൊണ്ട് പാത്രം കഴിക്കണം ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ അമ്മ എപ്പോഴും പറയും വെണ്ണീരോട് കഴുകിയ പാത്രം വേഗം നാശമായി പോവും, കരിക്കട്ട ഉപയോഗിച്ച് കഴുകണം എന്നാട്ടോ അമ്മ എപ്പോഴും ഞങ്ങളോട് പറയാറുള്ളത്. അപ്പോൾ പിന്നെ ഞങ്ങൾ എപ്പം ചോറും കറിയൊക്കെ ആയാലും നമ്മൾ വിറകിൽ അടുപ്പിൻ്റെ ഉള്ളിലുണ്ടാവില്ല കരിക്കട്ട, വിറക് ഇതായത്, അതൊക്കെ ഞങ്ങൾ എടുത്ത് വെച്ച് പിന്നെ അത് പൊടിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ പാത്രമൊക്കെ കഴുകൽ. അങ്ങനെ പാത്രമൊക്കെ കഴുകിയതിന് ശേഷം മോളെ കുളിക്കാൻ ഒരുങ്ങാൻ നിൽക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു മഴ പെയ്തു. അപ്പോൾ ഞങ്ങൾ മോളെ തലയിലൊക്കെ വെളിച്ചെണ്ണ ചേച്ച് കഴിഞ്ഞാൽ മഴ പെയ്തപ്പോൾ അവൾ പറഞ്ഞു പപ്പയ്ക്ക് തോണി ഉണ്ടാക്കിക്കൊണ്ടാണ്. അങ്ങനെ അവളെ പപ്പ അവൾക്ക് തോണി ഉണ്ടാക്കി കൊടുത്ത് ആ തോണിയിൽ ഇങ്ങനെ കളിക്കുക കേട്ടോ അവൾ. അങ്ങനെ മഴ പോയതിന് ശേഷം പിന്നെ ഞാനും മോളും അലക്കാൻ പോയി. അവൾ കുളിക്കുന്നുമുണ്ട്, ഞാനിത് അവിടെ അലക്കുകയാണ്. മഴ പോയ തക്കം നോക്കി വേഗം അലക്കുകയാണ്. അങ്ങനെ അലക്കലൊക്കെ കഴിഞ്ഞ് വേഗം കുളിച്ച് പിന്നെ ചോറ് പരിപാടി കേട്ടോ. അങ്ങനെ വല്ല സ്പെഷ്യലൊന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. അപ്പം ഇതാ ചോറുണ്ട്, നല്ല ചൂട് ചോറ്. അത് കഴിഞ്ഞ് ഇതാ
മത്തൻ്റെ ഇല ഉപ്പേരിയാണ് കേട്ടോ. നല്ല കാന്താരിപ്പുളകും തേങ്ങ കൊട്ട് ചതച്ച് നല്ലൊരു ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട്. നന്ദുമോൾക്ക് ഇഷ്ടമാണ് കേട്ടോ. പിന്നെ രാവിലത്തെ ഗ്രീൻ പീസാണ്, അതും അവൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ അതും പിന്നെ കറിയായിട്ട് ഉണ്ടാക്കിയത് സാമ്പാറാണ് കേട്ടോ. അവൾക്ക് സാമ്പാർ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. തേങ്ങ അരച്ച കറികൾക്കാണ് അവൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കേട്ടോ. അതുണ്ടായാൽ ഒരുപാട് ഫുഡ് കഴിക്കും. സാമ്പാറുണ്ടായാൽ പ്രത്യേകിച്ചും. സാമ്പാറൊന്നും വേണമെന്നില്ല കേട്ടോ, ഏത് കഷ്ണങ്ങൾക്കിടയിലും തേങ്ങ ഒന്ന് വറുത്തരച്ചാൽ അവൾക്കത് സാമ്പാറാണ്. അപ്പം സാമ്പാറുണ്ടാക്കി, അച്ചാറും ഉണ്ട്. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾക്ക് ഇടവണ്ണപ്പാറ വരെ ഒന്ന് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനും അരിശേട്ടനും നന്ദുമോളും കൂടി ഇടവണ്ണപ്പാറ പോവുകയാണ്. അപ്പം മഴ പെയ്തു. അപ്പം പിന്നെ ആ മഴയത്ത് ഞങ്ങൾ അവിടെ ഒരു തട്ടുകടയിൽ കയറി സമൂസയും മുട്ട ബജിയും ഒക്കെ വാങ്ങി കഴിക്കുകയാണ്. അത് കഴിഞ്ഞ് ഞങ്ങളിതാ പിന്നെയും പോവുകയാണ്. ഇതാണ് മുറിഞ്ഞുമാട് കേട്ടോ കാണുന്നത്. വെട്ടുപാറയിൽ നിന്നുള്ള വ്യൂ ആട്ടോ. ഇതാണ് മുറിഞ്ഞുമാട്, ഞങ്ങളെ നാടാണ്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ ഇങ്ങനെ കണ്ട് ഞങ്ങളിങ്ങനെ പോവാണ്. അങ്ങനെ ഇടവണ്ണപ്പാറ പോയി തിരിച്ച് വന്നപ്പോഴത്തേന് രാത്രിയായി. പിന്നെ നന്ദുമോൾക്ക് വേഗം പഠിക്കാനുണ്ടായിരുന്നു. അത് പഠിച്ച് എഴുതാൻ അമ്പാടി അവിടെ നിന്ന് ഓരോരോ വിക്രസ് കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നന്ദുമോൾക്ക് വേഗം എഴുതാനുള്ളതൊക്കെ പറഞ്ഞു കൊടുത്ത് അവൾ ഓരോന്ന് വായിപ്പിച്ച് പിന്നെ അടുത്ത് ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള നോക്കുകയാണ്. പിന്നെ ഞങ്ങൾ കിടന്നുറങ്ങിയിട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബായ്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.